ഹായ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ പ്രോഗ്രാം ടു റീപ്ലേസ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 5 വിത്ത് 10 ഇൻ ആൻ അറേ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഒരു അറേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 5ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 5ന്റെ മൾട്ടിപ്പിൾ 10 വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞത്. ഞാനിവിടെ ലൊക്കേഷൻ കൂടി എഴുതിയേക്കാം. 0 1 2 3 4. ഇതിൽ 5ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? ഒന്ന് ഇതുണ്ട്, പിന്നെ ഇതുണ്ട്. അപ്പോൾ ഇതിന് പകരം ഈ 5ന് പകരം 10 ഇടുക, 15ന് പകരം 10 ഇടുക. അപ്പോൾ അറേ എന്ത് കിട്ടും? 10 4 2 10 1. അപ്പോൾ ഇങ്ങനെ ആക്കണം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ ലൂപ്പിലൂടെ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും പ്രോഗ്രാം ഒന്ന് എഴുതാം. ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എല്ലാ അറേക്കും വേണ്ടിയിട്ടുള്ള ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് n എന്നുള്ളത് ലിമിറ്റിനാണ്, i ഐട്രേഷന്, a ആണ് അറേ. ഓക്കെ, ഇനി ഒരു പ്രിന്റർ സ്റ്റേറ്റ്മെന്റിലൂടെ ലിമിറ്റ് ഗെറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ലിമിറ്റിന്. പിന്നെ ലൂപ്പ് ഉപയോഗിച്ച് ഓരോ അറയിലെ ഓരോ വാല്യൂം എൻ്റർ ചെയ്തെടുക്കുന്നു. നിങ്ങൾക്ക് വേണേൽ നേരത്തെ ഇനിഷ്യലൈസ് ചെയ്തെടുക്കാം, പക്ഷെ നമുക്ക് ഓരോ വട്ടം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രീതിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ ലോജിക്കിലോട്ട് കിടക്കാം. ഞാൻ നേരത്തെ എഴുതി വെക്കുന്നില്ല, നമ്മൾ അറയിലോട്ട് കയറുകയാണ്. ഓക്കെ, i equal to 0, i less than n, i plus plus. ഇനി നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? മൾട്ടിപ്പിൾസ് ഓഫ് 5. മൾട്ടിപ്പിൾസ് ഓഫ് 5 ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏതൊരു നമ്പറും 5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയണമെങ്കിൽ അതിന്റെ ശിഷ്ടം, അതായത് നമ്മൾ മോഡുലസ് ഓപ്പറേഷൻ എടുക്കുമ്പോൾ 0 വരും. അങ്ങനെയാണ് നമ്മൾ അതിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയുന്നത്. ആ സെയിം രീതി നമ്മളൊരു ഇഫ് കണ്ടീഷനിൽ if a of i mod 5 equal to 0 ആണോ എന്ന് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? a of iയിലുള്ള വാല്യൂ 10 ആയിട്ട് റീപ്ലേസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ലൂപ്പ് വെച്ച് നോക്കാം. നേരത്തെ എടുത്ത എക്സാമ്പിൾ ഓർമ്മയില്ല, നോക്കട്ടെ. 2 5 1 10. എങ്ങനെയാണ് എക്സാമ്പിൾ എന്നിരിക്കട്ടെ. ഇതാണ് ലൊക്കേഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? i equal to 0. 0 ലെസ് ദാൻ, ലിമിറ്റ് എത്രയാണ് ഇവിടെ? 4. കാരണം ലാസ്റ്റ് ഇൻഡെക്സ് 3 ആണ്, അപ്പോൾ ലിമിറ്റ് 4 ആയിരിക്കും. 0 ലെസ് ദാൻ 4 ആയിരിക്കും. ഇനി എന്താണ്? a of i mod 5 equal to 0 ആണോ? ഇപ്പൊ a of i 2 mod 5 equal to 0 ആണോ? അല്ല. അപ്പോ ഇവിടോട്ട് കയറില്ല, ആ വാല്യൂ ഒന്നും സംഭവിക്കില്ല. ദെൻ i 1 ആവും. 1 ലെസ് ദാൻ 4 ആണോ? അതെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ a of 1 mod 5 equal to 0 ആണോ? അതായത് 5 mod 5 equal to 0 ആണോ? അതെ. അപ്പോ a of 1ലോട്ട് ഏത് വാല്യൂ വരും? 10 വരും. അപ്പോ ഇവിടെ ഈ 5 മാറി 10 വരും. ഓക്കെ, ദെൻ ഇനി അടുത്ത് എന്താണ്? i 1 മാറി ഇനി 2ലോട്ട് വരും. 2 ലെസ് ദാൻ 4 ആണോ? അതെ. a of 2ലെ വാല്യൂ mod 5 equal to 0 ആണോ? 1 mod 5 equal to 0 ആണോ? അല്ല. ദെൻ അപ്പോൾ ഇഫ് കണ്ടീഷനിലോട്ട് പോകത്തില്ല, ഇത് ഫോൾസ് ആവും. ദെൻ i equal to 3. 3 ലെസ് ദാൻ 4 ആണോ? അതെ. അപ്പൊ a of 3യിലുള്ള വാല്യൂ mod 5 എത്രയാണ്? a of 3യിലുള്ള വാല്യൂ എന്താണ്? 10. 10 mod 5 equal to 0 ആണോ? അതെ. അപ്പോൾ ഈ വാല്യൂ റീപ്ലേസ് ചെയ്തിട്ട് 10 തന്നെ വരും. ഇവിടെ 10 ഓൾറെഡി 10 ആയിരുന്നു, അത് മാറി 10 തന്നെ വരും, കാരണം 5ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് ലാസ്റ്റ് ഏതറ കിട്ടും? 2 10 1 10 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത്രയാണ് ലോജിക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. ഇതിന്റെ കോംപ്ലക്സിറ്റി O of n വരും. കോംപ്ലക്സിറ്റി എന്താന്നുള്ള ഞാൻ ഡേറ്റ സ്ട്രക്ചറിന്റെ സീരീസ് എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റില് അത് എഴുതുന്നില്ല, അറേ ഈസ് എന്ന് പറഞ്ഞിട്ട് ലൂപ്പ് ഉപയോഗിച്ച് അല്ലെ for i equal to 0, i less than n, i plus plus എന്നിട്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റില്
നമുക്ക് ഓരോ വാല്യൂ പ്രിന്റ് ചെയ്യിക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഇതായിരിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫ്യൂമിഗേഷന് ചോദിച്ചിട്ടുള്ളതാണ്. ഫ്യൂമിഗേഷന് ചോദിച്ച ക്വസ്റ്റ്യനിന് എടുത്തതാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളത് ചിലപ്പോൾ ഇത് മാത്രമായിട്ട് ചോദിക്കില്ല, ഇതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാനും കൂടെ ചോദിക്കുമായിരിക്കും. പക്ഷെ ഇതിന്റെ ലോജിക്ക് ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്